അങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ സ്ക്രീനിലെല്ലാം നോക്കി ഫ്ലൈറ്റ് എവിടെ എത്തി എന്നെല്ലാം അറിയണമല്ലോ. അങ്ങനെ കുറേ സമയം ഇങ്ങനെ നോക്കിയിട്ട് നിന്നു. അപ്പോഴേക്കും എന്തോ ഒരു ശബ്ദം കേട്ടു. അപ്പോഴേക്ക് സംഭവം നമ്മളെ ലഞ്ച് കൊണ്ടുവരികയാണ്. അത് ലഞ്ചാണോ ബ്രേക്ക്ഫാസ്റ്റ് ആണോ എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല, കാരണം സമയമെല്ലാം ഒന്നാകെ തിരിഞ്ഞിട്ടാണുള്ളത്. അപ്പോൾ ഇത് രാവിലെയാണോ ഉച്ചക്കാണോ എന്ന് മനസ്സിലാവുന്നില്ല. നമ്മളെ ലഞ്ച് വന്നു. ഒരു പിസ്സയും പിന്നെ കുറച്ച് നട്ട്സും പിന്നെ ഒരു ഫ്രൂട്ട് ജ്യൂസും പിന്നെ ഒരു ഫ്രൂട്ട് യോഗട്ടായിരുന്നു നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ ഒരു കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം നമ്മൾ US എത്താറായി. സ്കൈ വ്യൂ മാത്രമല്ല, ഇൻസൈഡ് ദ ഫ്ലൈറ്റ് വ്യൂവും നല്ലൊരു അടിപൊളിയാണ്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ഏകദേശം 1:20 ആകുമ്പോഴേക്കും ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്തിയാവും നമുക്ക് നോക്കാം. അപ്പോൾ ആൾക്കാരിൽ ഇങ്ങനെ പോകുന്നുണ്ട്. എന്താ ഫ്ലൈറ്റിലെ ചേച്ചിമാർ ഇങ്ങനെ നോക്കുന്നുണ്ട്. 5 ഡിഗ്രി സെൽഷ്യസ് ആയതുകൊണ്ട് നല്ല തണുപ്പാണ് ഇവിടെ പുറത്തെല്ലാം. അപ്പോൾ നമ്മളിപ്പോൾ ഇനി അടുത്തതായിട്ട് പോകുന്നത് ഇമിഗ്രേഷനാണ്. US ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു അലമ്പ് പിടിച്ച പരിപാടിയാണ്. അവർ നമ്മളിങ്ങനെ ഓരോ ചോദ്യം ചോദിച്ചിട്ട് നമ്മളെ കുഴപ്പിക്കും. എന്തിന്, എങ്ങനെ, ഏടാ എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ US ഇമിഗ്രേഷൻ ലക്ഷ്യമാക്കി പോവുകയാണ് ഗൈസ്. നമ്മൾ വിചാരിച്ചത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 2-3 ക്വസ്റ്റ്യൻ ചോദിച്ചു, നമ്മൾ എല്ലാം ആൻസർ പറഞ്ഞു. അങ്ങനെ പാസ്പോർട്ടിൽ നമ്മുടെ സ്റ്റാമ്പ് അടിച്ച് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇനി അടുത്ത ഇതെന്ന് പറയുന്നത് നമ്മളെ ബാഗ് എടുക്കുന്ന പരിപാടിയാണ്. കുറച്ച് സമയം കാത്തുക്കുമ്പോൾ തന്നെ എൻ്റെ ബാഗ് വന്നു. അങ്ങനെ അതും എടുത്തിട്ട് നമ്മൾ നേരെ പുറത്തേക്ക്. അപ്പോൾ നമ്മുടെ ഏജൻറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് പുറത്ത് കാത്തുക്കുന്നുണ്ട്. നമ്മൾ ഏകദേശം 10 പേരാണ് ജോയിൻ ചെയ്യാനുള്ളത്. അതിൽ 4 പേര് വേറെ ഫ്ലൈറ്റിൽ വന്നിട്ട് നേരത്തെ അവിടെ കാത്തുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഫ്ലൈറ്റിൽ വന്നത് നമ്മൾ 6 പേരാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് ഹോട്ടലിലേക്കാണ്. ഇന്ന് നമുക്കിന്ന് ഹോട്ടൽ സ്റ്റേ ഉണ്ട്. അതിനുശേഷം നാളെ രാവിലെയാണ് ജോയിനിങ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ഉണ്ട് നമ്മളെ കൂടെ തന്നെ. അപ്പോൾ ഏജൻറ്റ് ഇപ്പോൾ കാറായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. അങ്ങനെ മുമ്പിൽ പോകുന്ന ആ വെള്ള ഷർട്ടിട്ട അയാളാണ്, സോറി ഈ ബാഗ് കൊണ്ടുവന്ന ആളല്ല, അതിന് മുമ്പിൽ പോകുന്ന ആളാണ് നമ്മൾ ഏജൻറ്റ്. അപ്പോൾ അയാൾ മുമ്പിൽ പോകുന്നു, നമ്മൾ പിറകിൽ പോകുന്നു. അവർ മുമ്പിൽ, നമ്മൾ പിറകിൽ. അങ്ങനെ നമ്മൾ പോകുന്നുണ്ട്. ഈ ചങ്ങായിയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തി. കുറേ വണ്ടികൾ കാണുന്നുണ്ട്. ഈ ചങ്ങായി വണ്ടി നമുക്കറിയില്ല, നല്ല വണ്ടി തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. നോക്കാം ഏത് വണ്ടി. അപ്പോൾ നമ്മൾ 10 ആൾക്ക് വേണ്ടിയിട്ട് 2 വണ്ടി മതിയാവും തോന്നുന്നില്ല. ഏകദേശം 3 വണ്ടി വേണ്ടി വരും. അപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ ടെസ്ലയിലാണ് പോകുന്നത് ഗൈസ്. ടെസ്ലയിൽ ഇതുവരെ യാത്ര ചെയ്തിട്ടില്ലെങ്കിലും പക്ഷേ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ വണ്ടിയോടൊരു മുഹബത്തടിച്ചു നമുക്ക്. കാറിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം അടിപൊളിയാണ്. സാൻ ഫ്രാൻസിസ്കോ നഗരത്തിലൂടെ ഒരു യാത്ര. നമ്മുടെ ഹോട്ടലെന്ന് പറയുന്നത് നമ്മുടെ സീ പോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഏകദേശം ഒരു 10-15 മിനിറ്റ് ദൂരമേ ഉള്ളൂ. അവിടുന്ന് അധികം ദൂരമൊന്നുമില്ല. പിന്നെ അങ്ങനെ നമ്മൾ ഓരോരോ വർത്താനെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ പോകുന്നുണ്ട്. നമ്മളെ ഏജൻറ്റ് ഭായി നല്ല തള്ളി മറിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് തള്ളു കേട്ടതിന് ശേഷം പുറത്തെ കാഴ്ചകളെല്ലാം നമ്മൾ കുറച്ച് ആസ്വദിച്ചു. അപ്പോൾ ഞാൻ നമ്മുടെ നാടൻ ഭാഷ, അതായത് കാസർഗോഡ് ഭാഷ പറയാത്തത്, കാസർഗോഡ് ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഈ കാസർഗോഡ് ഭാഷ പറയാതെ അച്ചടി ഭാഷ പറയുന്നത്. അച്ചടി ഭാഷ പറയുന്നത് പാടില്ലാന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അച്ചടി ഭാഷ പറയുന്നില്ല. നമ്മളെ സ്വന്തം കാസർഗോഡ് ഭാഷയിൽ തന്നെ പറയുന്നത്. അപ്പോൾ സൈഡും കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയാണ്. നല്ല മരങ്ങളും വീടുകളും കുന്നുകളും എല്ലാം നല്ല സൂപ്പർ വ്യൂ ആണ് നമുക്ക് തരുന്നത്. 16 പ്രോൻ്റെ ഒരു നല്ലൊരു പരസ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. എൻ്റെ പൊന്നോ വേണ്ട, ഒരു 14 Pro Max എടുത്തതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടാണ്. പക്ഷേ നല്ല ഫോണായിരുന്നു. 2 കൊല്ലം ഞാൻ നല്ല ഭാഗം യൂസാക്കി. അപ്ഡേറ്റ് വന്നതിന് ശേഷം ഈ ഐഫോണിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് തന്നെ ഇതാണ്. ഈ ഇടയ്ക്കിടയ്ക്ക് ഈ അപ്ഡേറ്റ് വരും. അപ്ഡേഷൻ ചെയ്തിട്ടെങ്കിലും പ്രശ്നമാണ്. വെളിച്ചം കാറിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നല്ല ഭാഗിൽ ഊതി വിടുന്നുണ്ട്. വിട് വണ്ടിയുടെ പുക ഏത്, ഇയാളെ ഉള്ളിൽ നിന്ന് പോകുന്ന പുക ഏതെന്ന് മനസ്സിലാകുന്നില്ല. ഇതാണ് നമ്മൾ വന്ന ടെസ്ല. ഇപ്പം നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഹോട്ടലിൻ്റെ മുമ്പിലാണ്. വണ്ടിയുടെ ആ ഒരു സ്റ്റൈല് അപ്പം അടിപൊളി. കാലിഫോർണിയ.
ഓക്കെ ചലോ. നമ്മളിപ്പോൾ ഫ്രണ്ട് ഓഫീസിൻ്റെ അടുത്താണ് നിൽക്കുന്നത് ഗൈസ്. റൂമൊക്കെ മുമ്പേ ബുക്ക് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ പാസ്പോർട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ രാവിലേക്കും ഡിന്നറിനൊക്കെ വേണ്ടിയിട്ടുള്ള നമ്മളെ മെനു ഇവർ തന്നിട്ടുണ്ടായില്ല. നമുക്ക് വേണ്ടത് ടിക്ക് ചെയ്തിട്ട് കൊടുക്കാനാണ് പറഞ്ഞത്. 3 to 8 ആണ് നമ്മുടെ റൂം. അപ്പോൾ നമുക്ക് നമ്മളെ റൂമിലേക്ക് പോവാം. ബാഗെല്ലാം ഇവിടെ നമ്മൾ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. കാർഡും കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം 3 to 8 അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ നോക്കാം. കിട്ടിപ്പോയി. ഇങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. അതാണ് നമ്മളെ റൂം തോന്നുന്നു. ഇതല്ല. ഇതാണ് നമ്മളെ റൂം 3 to 8. ഓക്കെ, കാർഡ് വെച്ചിട്ട് നമുക്ക് സ്കാൻ ചെയ്യാം. കീ തുറക്കട്ടെ. അടിപൊളി റൂം. ഓക്കെ, പോരട്ടെ. ബാഗ് എവിടെ? അങ്ങനെ ബാഗൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ട് വെക്കാം. നമുക്ക് എന്നിട്ട് വാതിലടക്കാം. ഓക്കെ, ലോക്ക് ചെയ്യാം. ഭയങ്കര ക്ഷീണം, ഒന്ന് കുളിക്കണം, കിടക്കണം. റൂമൊക്കെ നല്ല അടിപൊളിയാണ്. നല്ലൊരു അടിപൊളി ഡ്യൂലക്സ് റൂമാണ്. വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പേരൊക്കെ ടി വിയിൽ എഴുതി കാണിക്കുന്നുണ്ട്. അയൺ ബോക്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. എക്സ്ട്രാ ബ്ലാങ്കറ്റ് ഉണ്ട്, ടവൽസ് ഉണ്ട്. ഓക്കെ, റെഡി. നമുക്ക് അടുത്തത് ബാത്റൂം ഒന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ലൈറ്റ് ഒന്ന് താഴോട്ടാണോ? ഓക്കെ, കുഴപ്പമില്ല, നല്ല ബാത്റൂം. ആഹാ, ബാത്ടബൊക്കെ ഉണ്ടല്ലോ. നല്ലൊരു കുളി പാസ്സാക്കണം. $9 $2 വെള്ളമാണ് റൂമിൽ വെച്ചുള്ളത്. $9 ഏകദേശം നാട്ടിലെ 800 വരും. ഈ 800 എന്താ വെള്ളത്തിലില്ലെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ കുളിച്ച് സുന്ദരക്കുട്ടപ്പനായിട്ട് ഞാൻ ഒരു ഓറഞ്ചെല്ലാം തിന്നുന്നുണ്ട്. അങ്ങനെ വൈകുന്നേരം ഒരു 4-4:30 ആകുമ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഞാനും ഒരു ഫ്രണ്ടുമാണുള്ളത്. നല്ല തണുപ്പാണ് ഇവിടെ. അപ്പോൾ അധികം ട്രാഫിക്കും കാര്യങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ വണ്ടിയൊക്കെ ചീറിപ്പാഞ്ഞിട്ട് വരുന്നുണ്ട്. ഇവിടെ ട്രാഫിക് സിഗ്നലൊക്കെ നല്ല കാര്യക്ഷമമായ ട്രാഫിക് സിഗ്നൽസ് ആണ്. അപ്പോൾ നമുക്ക് ക്രോസൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൊരു സ്വിച്ച് അമർത്തിയാൽ മതി. അപ്പോൾ അതിൽ നമ്പർ കാണിക്കും. ഒരു 30 സെക്കൻഡ് ആണെങ്കിൽ 30 സെക്കൻഡ്. ആ ടൈം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റും. ട്രാഫിക് അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സിഗ്നലുകളൊക്കെ വളരെ നല്ലതാണ്. ഇവിടെ സമയം അധികം ആവുന്നൊന്നുമില്ല. എന്നാലും സൂര്യൻ അസ്തമിക്കാനായും തോന്നുന്നു. അപ്പോൾ നമ്മൾ ഓരോ ഷോപ്പിൻ്റെ മുമ്പിൽ ലൈറ്റ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ക്ലീൻ സിറ്റിയാണിത്. എനിക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം വൃത്തിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന്. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞാൽ എങ്ങോട്ടീ പോകുന്നത് നമുക്ക് തന്നെ ഒരു ഇതില്ല. ഫോണിലാണെങ്കിൽ നെറ്റും കിട്ടുന്നില്ല. നമ്മളെ ഹോട്ടൽ സീ സൈഡ് ആയതുകൊണ്ട് തന്നെ സൺസെറ്റൊക്കെ നമുക്ക് ഇടുന്നുണ്ട്. അത്യാവശ്യം കാണാൻ പറ്റും. താടിയെല്ലാം എടുത്തിട്ട് എങ്ങനെയുണ്ട് ഗൈസ്, നിങ്ങൾ പറയും. താടി ഉള്ളപ്പോഴാണോ താടി ഇല്ലാത്തപ്പോഴാണോ നല്ല പാങ്ങിയുള്ളത്? അപ്പോൾ ഇതാണ് നമ്മളെ ഹോട്ടൽ സോണസ്റ്റ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് ഐസ്റ്റോറിലേക്കാണ്. എന്ത് പറഞ്ഞാലും ഐഫോൺ താഴെ തന്നെ ഇരിക്കും. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നമ്മളിങ്ങനെ നടന്നിട്ട് പോകുന്നുണ്ട്. എങ്ങോട്ടേക്ക് നോക്കും? അങ്ങോട്ടേക്ക് നോക്കണോ ഇങ്ങോട്ടേക്ക് നോക്കണോ? എങ്ങോട്ടേക്കെങ്കിലും നോക്കാം. ശരി, ഫോണിലേക്ക് തന്നെ നോക്കാം. അതാണ് നല്ലത്. ഇപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ ചോദിക്കുന്നുണ്ടാവും ഇപ്പോൾ സമയം ഏകദേശം 7 മണി 7:30 ആയിട്ടുണ്ടാകുന്നു. പക്ഷേ ഇവിടെ സമയം ഏകദേശം 5:15 5:10 ആയതേ ഉള്ളൂ. 5:10 ആകുമ്പോഴേക്കും തന്നെ ഇവിടെ ഇരുട്ടായി. നമ്മളെ നാട്ടിലെല്ലാം 7 മണിയെല്ലാം ആണ് ഇരുട്ടാണെങ്കിൽ. 5:15 ആകുമ്പോൾ തന്നെ ഇരുട്ടായി.
നമുക്കിപ്പോൾ ഇനി പോകേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ്. കുറച്ച് സാധനങ്ങളെല്ലാം മേടിക്കാനുണ്ട്. അപ്പോൾ അത് തപ്പിയിട്ടാണ് ഇങ്ങനെ നടക്കുന്നത്. ഇത് വാൾമാർട്ടാണ് നമ്മളിപ്പോൾ അന്വേഷിച്ചത്. പക്ഷേ വാൾമാർട്ട് കുറേ ദൂരമുള്ളതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ അടുത്ത് ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് കിട്ടി. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ നമ്മളിപ്പോൾ അതും കഴിഞ്ഞിട്ട് നമ്മൾ പോയത് ബർഗർ കിങ്ങിലാണ്. അപ്പോൾ ബർഗറും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷേ ആടെ ഞാൻ രാത്രി കൊടുത്ത ഓർഡറിൽ ഞാനിപ്പോൾ രാത്രി എഴുതിയത് ബർഗർ എന്നാണ്. അപ്പോൾ ആദ്യ സാധനം എന്തിനു മേടിക്കുന്നതെന്ന് അറിയില്ല. ഇവരെല്ലാം കൂടി മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഓക്കെ എന്ന് പറഞ്ഞതാണ്. അങ്ങനെ നേരെ നമ്മൾ ഹോട്ടലിലെത്തി. നമ്മുടെ ഡിന്നർ നമുക്ക് പിക്ക് ചെയ്യാം. 3 to 8? Give it to your friend. Your friend took it. You already taken my food? Yeah, your friend 3 to 8? One of your friends took the food. Okay, no problem. Okay. Thank you. എൻ്റെ കൂടെയുള്ള വേറൊരു ചങ്ങ എൻ്റെ ഫുഡ് കൊണ്ടുപോയി എൻ്റെ റൂമിൽ വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം എന്ത് നമ്മളെ ഫുഡ് ബർഗർ എന്ത് ബർഗറായിരിക്കും ഇവർ തരുന്നേ നോക്കട്ടെ. ഒരു കോക്കൊക്കെ ഉണ്ട്, പിന്നെ 2-3 ടിഷ്യൂ പേപ്പറും ബർഗറും സലാഡും മയോണീസും. ഓക്കെ, എനിക്ക് ഇന്നലെ കിടന്നിട്ട് ഉറക്കേ വന്നിട്ടാ. ഏകദേശം രാവിലെ 2 മണിക്ക് തന്നെ ഞാൻ എണീച്ചിന്. എന്നിട്ട് ആദ്യം തിരിഞ്ഞു മറിഞ്ഞ് കിടന്നതാണ്. ഇപ്പോൾ ഒരു 6 മണിയാകുമ്പോൾ ആദ്യം എണീച്ചു. അപ്പോൾ നമുക്കൊന്ന് പുറത്തെ കാഴ്ചയെല്ലാം ഒന്ന് നോക്കട്ടെ ഇങ്ങനെ ഉണ്ട് എന്നല്ല. വണ്ടിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. മനസ്സാകെ ഭയങ്കര ഒരു ബേജാറിലാണ്. ഓട് നമ്മുടെ ടീമല്ല അതാ. മൂപ്പന്മാർ നേരത്തെ വന്നു. ഗുഡ് മോർണിംഗ്. ഇതേ കറിയാ. അങ്ങനെ ആദ്യം നമുക്ക് 2 ഓറഞ്ച് ജ്യൂസ് തന്നിട്ടുണ്ട്. ഓംലേറ്റും ബ്രെഡും ക്രൂട്ടോൺസും സോസേജായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ നമ്മൾ അതൊക്കെ അടിച്ച് തീർത്തിട്ടുണ്ട്. രാവിലെ തന്നെ റെഡി ആയിട്ട് നമ്മൾ പുറത്തിറങ്ങി. അമ്മുക്കുട്ടി വീഡിയോ കോളിൽ ഹനുമാൻ ചാലിസ് പാടുന്നതാണ് നിങ്ങളിപ്പോൾ കേട്ടത്. നമ്മളെ വണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ അടുത്ത് പോകുന്നത് പോർട്ടിലേക്കാണ്. ചെറിയ ദൂരം മാത്രമേ ഉള്ളൂ പോർട്ടിലേക്ക്. ബാഗെല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട്. പോർട്ടിലേക്ക് എത്തി. ഇവിടുന്ന് ഏകദേശം 10 മിനിറ്റ് 15 മിനിറ്റ് ദൂരം മാത്രമേ നമുക്കിപ്പോൾ കപ്പലിലേക്കുള്ളൂ. ഇപ്പോൾ സമയം ഏകദേശം 9-9:15. ഒരു 9:30 ആകുമ്പോഴേക്കും നമ്മൾ കപ്പലിലേക്ക് എത്തും. മനസ്സെല്ലാം ഭയങ്കര ഒരു ബേജാറിലാണ്. എന്തേന്ന് അറിയുന്നില്ല. എല്ലാവരും വിട്ടിട്ട് വന്നുകൊണ്ടായിരിക്കും. വലത് കാല് വെച്ചിട്ട് തന്നെ നമ്മൾ ബോട്ടിലേക്ക് കയറി. ബോട്ടിൽ നിന്ന് നമുക്ക് കപ്പലിലേക്കാണ് പോകേണ്ടത്. ആഹാ, പ്രൊവിഷനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളെ ഷിപ്പിലേക്കുള്ള ഭക്ഷണ സാധനങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിൽ ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതിൽ നമ്മളെ ബാഗെല്ലാം നല്ല ടൈ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അവർ. അങ്ങനെ ബോട്ടിലേക്ക് നമുക്ക് കയറാം. കുറേ കപ്പലൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. ടഗ് ബോട്ടുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ ഒരു ബൾക്ക് കാരിയറാണ് നിങ്ങൾ കാണുന്നത്. കാർഗോ ഡിസ്ചാർജിങ്ങിലാണിത്. നമ്മളിത് ടാങ്കറാണ്. ഇന്നലെ രാത്രി ഉറങ്ങാൻ കഴിയാത്തതുകൊണ്ട് ഭയങ്കര ഒരു ക്ഷീണമാണ്. ഞാൻ വിചാരിച്ച ഞക്ക മാത്രം ഉറക്കില്ലാത്തതെന്ന്. പക്ഷേ രാവിലെ എണീച്ചിട്ട് എല്ലാവരോടും ചോദിക്കുമ്പോൾ ഞാനും ഉറങ്ങിയിട്ടാണ്. എല്ലാവരും 2 മണി 1 മണിയാകുമ്പോൾ തന്നെ എല്ലാവരും എണീച്ചും ചെയ്തിന്. ആർക്കും ഉറക്കമൊന്നും ഉണ്ടായിട്ടില്ല. ഹോം സിക്നെസ്, ക്ഷീണം, കരച്ചിൽ എല്ലാം എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട്. പക്ഷേ ഒന്നും ഞാൻ പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല. ഇതാണ് നമ്മളെ കപ്പൽ. ഫുൾ ലോഡഡ് കാർഗോ ആയതുകൊണ്ട് നല്ല പോലെ വെള്ളത്തിൽ ഇരുന്നിട്ടായുള്ളത്. ടെൻഷനാണ് ഗൈസ്, ടെൻഷനാണ്. ഇനിയുള്ള ഒരു 6-7 മാസം ഇതായിരിക്കും എൻ്റെ വീട്.
ഞാനും കപ്പലിലേക്ക് കയറി. അപ്പോൾ ബാക്കിയുള്ള വിശേഷം നമുക്ക് ഓരോ വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബായ്.